Good evening. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വേർഡ്സിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ സെന്റൻസിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ പ്രധാനപ്പെട്ട സൗണ്ട്സ് ഏതൊക്കെയാണെന്നും അതുപോലെ സെന്റൻസിന്റെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടുകളായ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് പോകണം. അപ്പൊ അതായത് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഒരു സെന്റൻസ്. ആ സെന്റൻസിൽ പലതരത്തിലുള്ള പാർട്സുകൾ ഉണ്ട്. അതായത് സബ്ജക്ട്, പ്രെഡിക്കേറ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതുകൂടാതെ തന്നെ ഈ സബ്ജക്റ്റിലും പ്രെഡിക്കേറ്റിലെയും കമ്പോണൻസ് ആരൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യുവൻസ് ആരൊക്കെയാണെന്നാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഇതിലെ കോൺസ്റ്റിറ്റ്യുവൻസ്, ഈ സെന്റൻസിലെ പാർട്സിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, അത് സെന്റൻസിലെ പല ഘടകങ്ങളെ കുറിച്ച്, കമ്പോണൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സെക്ഷൻ ആണ്. അവിടെ അതിന്റെ പർപ്പസ്, അത് എന്താണ്, ഓരോ ഘടകങ്ങളും എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന അത്യാവശ്യം വലിയ ഒരു സെക്ഷനാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച്, ഇവിടെ സ്പീച്ച് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിരിക്കുന്നത് പ്രസംഗം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സെന്റൻസ് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്ന ടേം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അത് സെന്റൻസിന്റെ പാർട്സ് ആണ്, അല്ലെങ്കിൽ സെന്റൻസിലെ വിവിധ ഘടകങ്ങളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. നമുക്ക് പ്രധാനമായിട്ട് നമ്മളെ ഇംഗ്ലീഷിൽ 8 പാർട്സുകളാണ് അല്ലെങ്കിൽ ഒരു സ്പീച്ചിന് അല്ലെങ്കിൽ ഒരു സെന്റൻസിന് ഉള്ളത്. അതാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം, നൗൺ. ഫസ്റ്റ് പാർട്ട് നൗൺ ആണ്. നൗൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോനൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വി ഹാവ് നൗൺ ഫസ്റ്റ്, സെക്കൻഡ് പ്രോനൗൺ ഉണ്ട്, പിന്നെ മൂന്നാമത്തത് അഡ്ജക്റ്റീവ് ഉണ്ട്, നാലാമത്തത് വെർബ് ഉണ്ട്, 5 ആഡ്വർബ്, 6 പ്രിപ്പോസിഷൻ, 7 കൺജങ്ഷൻ, 8 ഇന്റർജെക്ഷൻ. അങ്ങനെ മൊത്തം 8 കമ്പോണൻസ് അല്ലെങ്കിൽ 8 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു വളരെ വലിയ ഒരു ടോപ്പിക് തന്നെയാണ്. ഇതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനെ കുറിച്ചും 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പറഞ്ഞ് പോകാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പൊ ജസ്റ്റ് ഇത് പാർട്സ് ഓഫ് സ്പീച്ച് ആരൊക്കെയാണെന്ന് അറിയാനും ജസ്റ്റ് ആ 8 ആണ് ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 8 പേര് പാർട്സ് ഓഫ് സ്പീച്ച് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാനായിട്ട് ഈ 8 പേര് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്ത് വെച്ചിരിക്കാം. അവിടെ പറയാം, നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ കമ്പോണന്റ് ആയ അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ടായ നൗണിനെ കുറിച്ചാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ളത്, അല്ലെങ്കിൽ നൗണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി പറയാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് നൗൺ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സിംപ്ലി നൗൺ നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും, ഇറ്റ്സ് എ നൈമിംഗ് വേർഡ്. അതൊരു നൈമിംഗ് വേർഡ് ആണ്, പേരാകുന്ന ശബ്ദം. അതിനെയാണ് നമ്മൾ നൗൺ അഥവാ മലയാളത്തിൽ നമ്മൾ നാമം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നൗണിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പറയും, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര്, അല്ലെങ്കിൽ എന്താണ് ഒരു സാധനത്തിന്റെ പേര്. അപ്പൊ ഇതിന് ഈ 3 ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഈ 3 കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നൗൺ എന്ന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഡിഫൈൻ ചെയ്യാറുള്ളത്. സോ നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ. നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ പേര്, പ്ലേസ് സ്ഥലത്തിന്റെ പേര്, തിങ് സാധനത്തിന്റെ പേര്. അപ്പൊ ഈ 3 കമ്പോണൻസ്, ഈ 3 ആളുകളുടെ പേര്, ഈ 3 സാധനങ്ങളുടെ പേരാകുന്ന ശബ്ദത്തെയാണ് നമ്മൾ നാമം അല്ലെങ്കിൽ നൗൺ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല നൗൺ എന്ന് നമ്മൾ പറയാറുള്ളത്. നൗണിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വേറെയും വരുന്നുണ്ട്. നൗണിന് ധാരാളം ക്ലാസിഫിക്കേഷൻസ് വേറെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 നമുക്ക് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ 5 ഏകദേശം 5 പഠിച്ചു കാണും. മൊത്തത്തില് 10 ക്ലാസിഫിക്കേഷൻ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നൗൺസിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറയുന്ന സമയത്തും ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തും അത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കാം, അത് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യാൻ പോകും. അപ്പൊ 10 ക്ലാസിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പിന്നീടുള്ള 5. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ആദ്യത്തെ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള 5 ആദ്യം എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഫസ്റ്റ് ആദ്യത്തെ നൗണിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോമൺ നൗൺ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നൗണിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. നമ്മളിത് കുഞ്ഞു ക്ലാസ്സുകളിലും മറ്റുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോമൺ നൗൺ എന്ന് പറയുന്ന ടേം എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. എന്താണ് ഈ കോമൺ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ നെയിം ഗിവൺ ഇൻ കോമൺ ടു എ പേഴ്സൺ ഓർ എ തിങ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സാധനത്തിന് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു പേര്, അതിനെയാണ് നമ്മൾ കോമൺ നൗൺ, കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു നാമം അല്ലെങ്കിൽ പേര്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമൺ നൗൺ എന്ന് വിശേഷിപ്പിക്കാറ്. ഉദാഹരണത്തിന് ബോയ് എന്ന് പറയുന്ന ടേം അതൊരു കോമൺ നൗൺ ആണ്. കാരണം നമ്മൾ ബോയ്, ഒരു ബോയിന്റെ ഫീച്ചർ ഉള്ള ഒരു ആളുകളെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ബോയ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ മാൻ, മാനിന്റെ ഫീച്ചേഴ്സ് ഉള്ള ആളുകളെ നമ്മൾ മാൻ എന്ന് വിളിക്കുന്നു. കിങ് അതൊരു കോമൺ നൗൺ ആണ് അല്ലെ. രാജാക്കന്മാരെ പലപ്പോഴും നമ്മൾ എന്താണ് കിങ് എന്ന് പറയുന്ന കോമൺ നൗൺ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഗേൾ, വുമൺ, ഇതൊക്കെ എന്താണെന്ന് പറയാം, കോമൺ നൗൺ ആണ്. അപ്പൊ ഒന്നുകൂടെ ഡെഫിനിഷൻ പറഞ്ഞു തരാം. എന്താണ് കോമൺ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം. Common noun is the name given in common to a person or a thing. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സാധനത്തിന് കോമൺ ആയിട്ട് കൊടുക്കുന്ന പേര്, പേരാകുന്ന ശബ്ദം, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കോമൺ നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ നൗണിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കോമൺ നൗൺ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്ക് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ തന്നെ വാട്സാപ്പിൽ എന്ത് ചെയ്യുന്ന PDF നോട്ട് അയച്ചു തരുന്നതാണ്. ഇനി കോമൺ നൗൺ അതിന്റെ എക്സാമ്പിൾസും ആ സമയത്ത് എന്ത് ചെയ്യാൻ ചെയ്തത്, എക്സാമ്പിൾസ് ആൾറെഡി പറഞ്ഞു, ബോയ്, ഗേൾ, ഇംഗ്ലീഷ്, മെയിൻ എന്നൊക്കെ പറയുന്നത് എന്താണ് കോമൺ നൗൺ എക്സാമ്പിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് കോമൺ നൗൺ കഴിഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു നൗൺ ആണ് പ്രോപ്പർ നൗൺ. ഇപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പ്രോപ്പർ നൗൺ എന്ന് വിളിക്കാം. പ്രോപ്പർ നൗൺ, നൗണിന്റെ അടുത്ത പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് പ്രോപ്പർ നൗൺ. എന്താണ് പ്രോപ്പർ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനേഷൻ വളരെ എന്താണ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ, നൗണിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്. ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പേര്. അപ്പൊ ഇതില് നമ്മൾ തിങ്ങിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്, പേഴ്സണും പ്ലേസും. അപ്പൊ ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ എന്താണ്, ഒരു വ്യക്തിയുടെ പേര്, ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്ന നൗണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പ്രോപ്പർ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ പ്ലേസ്. ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ശ്രദ്ധിക്കുക, പ്രോപ്പർ നൗൺ നമ്മൾ എപ്പോഴും എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എന്ത് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ. ബാക്കിയുള്ള നൗണുകളൊന്നും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ പ്രോപ്പർ നൗൺ നമ്മൾ എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എപ്പോൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൂടിയേ തീരൂ, ക്യാപിറ്റൽ ലെറ്റർ മസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഒരു വ്യക്തിയുടെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് കൊച്ചി ഒരു സ്ഥലത്തിന്റെ പേരാണ്, ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം അതൊരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ഇതൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കാണാം, നമ്മൾ എന്ത് ഉപയോഗിക്കും, ക്യാപിറ്റൽ ലെറ്ററിലാണ് അത് എന്ത് ചെയ്യാറ്, പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിയുടെ പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ അബ്ദുൽ കലാം എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ എന്താണ് സച്ചിൻ എന്ന് പറയുന്ന പേര്, ഇതൊക്കെ നമുക്ക് അപരിചിതമായിട്ടുള്ള പേരാണ്. അപ്പൊ ഇതൊക്കെ എഴുതുന്ന സമയത്ത് ഇതൊക്കെ വ്യക്തിത്വങ്ങളുടെ പേരാണ്. അപ്പൊ ഇതൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താണ്, ക്യാപിറ്റൽ ലെറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ പ്രോപ്പർ നൗൺ എപ്പോഴും എഴുതി കഴിഞ്ഞാൽ ഒരു എന്ത് വേണം, ക്യാപിറ്റൽ ലെറ്റർ മസ്റ്റ് ആയിരിക്കണം. സോ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രോപ്പർ നൗണും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് അബ്സ്ട്രാക്ട് നൗൺ. നമുക്ക് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ് ഈ അബ്സ്ട്രാക്ട് നൗൺ? അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
nouns that indicate a state. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി എന്തെങ്കിലും സവിശേഷതയെ സൂചിപ്പിക്കുന്ന ഓർ ആക്ഷൻ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ചില നാമങ്ങളുണ്ട്. അപ്പൊ അത്തരം നാമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളെയാണ് അബ്സ്ട്രാക്ട് നൗൺ. അപ്പൊ നമ്മൾ പറഞ്ഞു കോമൺ നൗൺ കോമൺ ആയിട്ട് കൊടുക്കുന്ന പേരായിരുന്നു. പ്രോപ്പർ നൗൺ എന്തിന്റെയൊക്കെ പേരാകാം, ഒരു പേഴ്സന്റെ പേര് അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലേസിന്റെ പേര് നമ്മൾ ഉപയോഗിക്കുന്നു. തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അബ്സ്ട്രാക്ട് നൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ എഴുതുന്ന സമയത്ത് അവിടെ 3 കാര്യങ്ങൾ, ഒന്നുകിൽ അത് ആക്ഷനെ സൂചിപ്പിക്കുന്ന നൗൺ ആണ്. അപ്പോൾ ചില നൗണുകൾ എന്തിനെ സൂചിപ്പിക്കാം, ആക്ഷനെ സൂചിപ്പിക്കാം. ഉദാഹരണത്തിന് തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു നൗൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെഫ്റ്റ് എന്ന് പറയുന്ന നൗൺ അത് എന്താണ്, സത്യത്തിൽ അതൊരു മോഷണം എന്ന് പറയുന്ന ആ ഒരു ടേം എന്താണ്, ആക്ഷനെ സൂചിപ്പിക്കുന്ന നൗൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ആക്ഷൻ മാത്രമല്ല, എന്താണ്, ക്വാളിറ്റിയിലേക്ക് വരാം. ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന നൗണുകളും എന്തിന്റെ കാറ്റഗറി വരുന്നു, അബ്സ്ട്രാക്ട് നൗണിന്റെ കാറ്റഗറി വരുന്നു. ഉദാഹരണത്തിന് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ഓണസ്റ്റി എന്ന് പറയുന്ന വേർഡ്, ഓണസ്റ്റി എന്ന് പറയുന്ന നൗൺ എന്താണ്, ഒരു ക്വാളിറ്റിയാണ്, അതൊരു സവിശേഷതയാണ്. പിന്നീട് ക്വാളിറ്റി, ആക്ഷൻ, ക്വാളിറ്റി, പിന്നെ എന്തുവാകാം, ഒരു സ്റ്റേറ്റ്, അവസ്ഥയെയും അതെന്ത് ചെയ്യാം, സൂചിപ്പിക്കാം, ഒരു അവസ്ഥയെയും സൂചിപ്പിക്കാം. അപ്പൊ ഇത്ര ഈ 3 കാര്യങ്ങൾ, ആക്ഷൻ, ക്വാളിറ്റി, സ്റ്റേറ്റ്, ഈ 3 കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നൗണുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിശേഷിപ്പിക്കാറ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷൻ ആണ് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ നൗണുകൾ തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മീൻസ് അവസ്ഥ എന്നാണ് അർത്ഥം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അവസ്ഥ. ഇപ്പൊ ഒരു അവസ്ഥയ്ക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പത്തറ്റിക് എന്ന് പറയുന്ന ടേം, അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ടേം. ഹാപ്പിനെസ് എന്ന് പറയുന്ന ടേം നമ്മൾ എന്താണ്, അബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവന്റെ ഒരു അവസ്ഥയാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ എന്താണ്, ഒരു അവസ്ഥയായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, കാണിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഐഡിയാസ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഐഡിയാസ് കൂടെ എന്ത് ചെയ്യാം, ആശയങ്ങൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി 4ാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് കളക്റ്റീവ് നൗൺ. പ്രധാനപ്പെട്ട ഒന്നാണ് കളക്റ്റീവ് നൗൺ. കേട്ടിട്ടുണ്ടാവും കളക്റ്റീവ് നൗൺ, പുതിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതുമാണ് ഈ കളക്റ്റീവ് നൗൺ എന്താണെന്നുള്ളത്. കളക്റ്റീവ് നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിം ഗിവൺ ഫോർ എ കളക്ഷൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ ആനിമൽസ്. ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ്, വസ്തുക്കൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ കൊടുക്കുന്ന നൗൺ, അതിന് കൊടുക്കുന്ന നാമം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കൂട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ചില നൗണുകൾ എപ്പോഴും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, കൂട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. അത്തരം കൂട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്ന നൗണുകളെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. PSC എക്സാംസിന് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കളക്റ്റീവ് നൗൺ എന്താണ്, അതിന്റെ ആ കളക്റ്റീവ് നൗൺസിന്റെ ആ ടേം ബേസിസിൽ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചോദിച്ച് കാണാം. ഓക്കെ, ഇപ്പൊ കളക്റ്റീവ് നൗൺ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഹേർഡ് ഓഫ് കാറ്റിൽസ്. നമ്മൾ പറയും കന്നുകാലി കൂട്ടത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഹേർഡ് ഓഫ് കാറ്റിൽസ് എന്ന് പറയാറുണ്ട്, കന്നുകാലി കൂട്ടം. അതുപോലെ തന്നെ ലയൺ, ലയൺ എന്ന് പറയുന്ന സിംഹം, അതിന്റെ കൂട്ടത്തിന് നമ്മൾ പ്രൈഡ് ഓഫ് ലയൺ എന്നാണ് എന്ത് ചെയ്യാറ്, പറയാറ്. ഓക്കെ, പ്രൈഡ് ഓഫ് ലയൺ. അതുപോലെ നമ്മുടെ ജിറാഫിന്റെ കൂട്ടത്തിന് നമ്മൾ ടവർ ഓഫ് ജിറാഫ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറയും. അതുപോലെ തന്നെ ഫ്ലോക്ക് ഓഫ് എന്താണ്, ഷീപ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പാർലമെന്റ് ഓഫ് ഔൾ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് എന്താണ്, കളക്റ്റീവ് നൗണാണ്. പോൾ ഓഫ് ഡോൾഫിൻ, അതുപോലെ തന്നെ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത്, ബഞ്ച് ഓഫ് കീസ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കളക്റ്റീവ് നൗണിന് ഉദാഹരണങ്ങളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട 4 നൗണുകളാണ് ഇപ്പൊ കഴിഞ്ഞത്. കോമൺ നൗൺ കഴിഞ്ഞു, പ്രോപ്പർ നൗൺ കഴിഞ്ഞു, അബ്സ്ട്രാക്ട് നൗൺ കഴിഞ്ഞു, കളക്റ്റീവ് നൗൺ കഴിഞ്ഞു. അപ്പോൾ കളക്റ്റീവ് നൗണിന്റെ ഡെഫിനേഷൻ ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്തുതരാം. കളക്റ്റീവ് നൗൺ ഈസ് ദ നെയിം given to a group or collection of objects or objects. അത്രയും മതി, ഒബ്ജക്ട്സ് എന്ന് പറയും. ഒബ്ജക്ട്സ് ആകുമ്പോഴത്തേക്ക് അവിടെ ആനിമൽസും തിങ്സും എന്ത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ബഞ്ച് ഓഫ് കീസ് ആണെങ്കിൽ കീ എന്ന് പറയുന്നത് എന്താണ്, താക്കോൽ കൂട്ടം, അതിനെ നമ്മൾ ബഞ്ച് ഓഫ് കീസ് എന്ന് പറയും, അല്ലെ. നേരെ മറിച്ച് ആനിമലിന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നത്. സോ കളക്റ്റീവ് നൗൺ കഴിഞ്ഞു. ഇപ്പൊ കോമൺ നൗണായി, പ്രോപ്പർ നൗണായി, അബ്സ്ട്രാക്ട് നൗണായി, കളക്റ്റീവ് നൗണായി. ഇനി 5ാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ്
കോമ്പൗണ്ട് നൗൺ. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോമ്പൗണ്ട് നൗണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോമ്പൗണ്ട് നൗണിന് എപ്പോഴും എന്താണ് ഒന്നിൽ കൂടുതൽ നൗൺസ് കൂടി ചേർന്ന് ഉണ്ടാകുന്ന സിംഗിൾ നൗൺ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോമ്പൗണ്ട് നൗൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ നൗൺസ് കമ്പൈൻ ചെയ്ത് അല്ലെ നൗൺസ് ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more നൗൺസ്. നൗൺസിന്റെ രണ്ടോ അതിലധികമോ നൗൺസുകൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന നൗണുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു കോമ്പൗണ്ട് നൗൺ എന്ന് വിശേഷിപ്പിക്കും. കുറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് നൗണിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ. ഉദാഹരണത്തിന് നമുക്കറിയാം ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ഒരു ടേം. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ടേം നമുക്കറിയാം ബ്ലാക്ക് എന്ന് പറയുന്ന ടേമും ബോർഡ് എന്ന് പറയുന്ന ടേം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വി ഹാവ് ബെഡ് ഷീറ്റ് എന്ന് പറയുന്ന വാക്ക്. ബെഡ് ഷീറ്റ്, ബെഡ് എന്ന് പറയുന്ന ടേമും ഉണ്ട് നൗണും ഉണ്ട്, അതുപോലെ തന്നെ ഷീറ്റ് എന്ന് പറയുന്നതാണ് നൗൺ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായി ബെഡ് ഷീറ്റ് ഉണ്ടായി. അപ്പൊ ഇതുപോലെ ധാരാളം ടേംസുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കോമ്പൗണ്ട് നൗണിന്റെ കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി ഇപ്പൊ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ നൗണുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് കോമ്പൗണ്ട് നൗൺ. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത് 6ാമത്തെ കോൺക്രീറ്റ് നൗൺ ആണ്. അപ്പൊ നമ്മള് കോമൺ നൗൺ എന്താണെന്ന് പറഞ്ഞു, പ്രോപ്പർ നൗൺ എന്താണെന്ന് പറഞ്ഞു, അബ്സ്ട്രാക്ട് പറഞ്ഞു, കളക്റ്റീവ് പറഞ്ഞു, കോമ്പൗണ്ട് പറഞ്ഞു. ഇനി അടുത്ത എന്താണ് കോൺക്രീറ്റ് നൗൺ ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്താണ് കോൺക്രീറ്റ് നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ് ആക്ഷൻ ഒക്കെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റാത്ത ചില എന്തായിരുന്നു നൗണുകളായിരുന്നു. പക്ഷേ കോൺക്രീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും തൊടാനും അതുപോലെ തന്നെ ഇവൻ സ്മെല്ലിലൂടെയെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന നൗണുകളെല്ലാം നമ്മൾ എന്തിന്റെ കാറ്റഗറിയിൽ വരുത്തുന്നു കോൺക്രീറ്റ് നൗണിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നു. അതായത് കോൺക്രീറ്റ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗൺസ് ദാറ്റ് വി ക്യാൻ സീ, ടച്ച് അല്ലെങ്കിൽ ഫെൽറ്റ്, ടച്ച് ഓർ ഫെൽറ്റ് എന്ന് പറയാം, ഓർ സ്മെൽറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മണത്ത് അല്ലെങ്കിൽ ആ മണത്തിലൂടെ അറിയാൻ പറ്റുന്ന നൗണുകളും ഏതിന്റെ കാറ്റഗറിയിൽ വരുന്നു കോൺക്രീറ്റ് നൗണിന്റെ കാറ്റഗറിയിൽ വരുന്നു. ഉദാഹരണത്തിനായി മാർക്കർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെൻ എന്ന് പറയുന്ന നൗൺ അത് കോൺക്രീറ്റ് നൗൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ടച്ച് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം നൗണും ഏതിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കോൺക്രീറ്റ് നൗണിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ കോൺക്രീറ്റ് നൗൺസ് ആർ നൗൺസ് ദാറ്റ് വി ക്യാൻ സീ, ടച്ച് ഓർ ഫെൽറ്റ് അല്ലെങ്കിൽ ഓർ സ്മെൽറ്റ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനായിട്ട് സാധിക്കും. അപ്പൊ കോൺക്രീറ്റ് നൗണിന്റെ ക്ലാസിഫിക്കേഷൻ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് PDF ആയിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്ത് ചെയ്യാം എക്സാമ്പിൾ ഉൾപ്പെടെ PDF ആയിട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നോക്കുക, എല്ലാവരും കൃത്യമായിട്ട് അത് എഴുതിയെടുക്കുകയും വേണം. നോക്കുക, ഇനി അടുത്തത് കൗണ്ടബിൾ നൗൺ ആണ്. എന്താണ് ഈ കൗണ്ടബിൾ നൗൺ? ആ വാക്കിൽ തന്നെ ഉണ്ട് കൗണ്ടബിൾ നൗൺ. നൗണിന്റെ മറ്റു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. കൗണ്ടബിൾ നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുകളെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും കൗണ്ടബിൾ നൗണിന്റെ കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നൗണുകൾ കൗണ്ട് ചെയ്യാൻ നൗൺസ് ദാറ്റ് വി കുഡ് കൗണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, വി ക്യാൻ കൗണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുകളെല്ലാം എന്തിന്റെ കാറ്റഗറിയിൽ വരുന്നു കൗണ്ടബിൾ നൗണിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി കൗണ്ടബിൾ പഠിച്ചു കഴിഞ്ഞാൽ വി ഹാവ് അൺകൗണ്ടബിൾ നൗൺസ്. നൗണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. എന്താണ് ഈ അൺകൗണ്ടബിൾ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വസ്തുക്കൾ, ചില ഒബ്ജക്ട്സ്, ചില തിങ്സുകൾ നമുക്കറിയാം. ഉദാഹരണത്തിന് വാട്ടർ എന്ന് പറയുന്ന മെറ്റീരിയൽ, വാട്ടർ എന്ന് പറയുന്ന തിങ്. ഈ വാട്ടർ എന്ന് പറയുന്ന തിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത്, സാൾട്ട് എന്നൊക്കെ പറയുന്നു. ഈ സാൾട്ടും ഷുഗറും വാട്ടറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്മളിത് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിലോ അല്ലെങ്കിൽ ലിറ്റർ കണക്കിനായിരിക്കും അത് വാങ്ങുന്നത്. അല്ലാതെ നമുക്ക് എണ്ണം പറഞ്ഞ് വാങ്ങാനായിട്ട് അല്ലെ എന്താണ് 5 പഞ്ചാര എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരം കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ആയിട്ടുള്ള വസ്തുക്കളെ തിങ്സിനെ നമ്മൾ എന്തിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നു അൺകൗണ്ടബിൾ നൗണിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നു. ഓക്കെ, അപ്പൊ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക്
നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗണുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അൺകൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് പൊസസീവ് നൗൺ ആണ്. പൊസസീവ് നൗൺ, ആ വാക്കിൽ തന്നെ ഉണ്ട് പൊസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ അല്ലെങ്കിൽ പൊസസീവ്നെസ്, പൊസഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഉടമസ്ഥത, നേട്ടം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന നൗണുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊസസീവ് നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് പലപ്പോഴും അറിയാനായിട്ട് സാധിക്കും, പ്രോനൗൺ കേസില്ല, നൗണിന്റെ കേസിൽ നമ്മളിപ്പോ റാം എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ റാം എന്ന് പറയുന്ന പേര് ഞാൻ ഇവിടെ എഴുതുന്നു, റാം. ഈ റാം എന്ന് പറയുന്ന വ്യക്തി റാമിന്റെ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ റാമിന്റെ എന്നുള്ള അർത്ഥം വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അപ്പോസ്ട്രോഫ് ഇട്ട് കൊടുത്തതിന് ശേഷം എസ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നു? ടോസ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാമിന്റെ എന്നാണ്. അപ്പോ റാംസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അപ്പോസ്ട്രോഫി എസ് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പറയാൻ പൊസസീവ് നൗൺ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കുക, ഒരു കൺവേർഷൻ നോക്കുക. ഇവിടെ പ്രോപ്പർ നൗൺ, റാം എന്ന് പറയുന്ന പ്രോപ്പർ നൗണിൽ അപ്പോസ്ട്രോഫി എസ് വന്നപ്പോൾ അത് എന്തായിട്ട് മാറി? ഒരു പൊസസീവ് നൗൺ ആയിട്ട് മാറി. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് അവിടെ എന്ത് ചെയ്തു ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. നോക്കുക, റാംസ്. അതുപോലെ തന്നെ രാജാവിന്റെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? കിങ് അപ്പോസ്ട്രോഫ് എസ്, കിങ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അപ്പോസ്ട്രോഫ് എസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും അത് എന്താണ്? പൊസസീവ് നൗൺ, ഇന്റെ ഉടെ എന്നുള്ള അർത്ഥം വരുന്ന നാമങ്ങൾ, അത്തരം നാമങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പൊസസീവ് നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നു. സ്പെല്ലിംഗ് നോക്കിക്കോണം, POSSESSIVE എന്ന് നോക്കുക. ഇനി പലപ്പോഴും നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്ന കേസ് ഉണ്ട്. അതായത് ചില വാക്കുകൾ എസ് എൻഡ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. ഈ എസ് എൻഡ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ അതിന്റെ പൊസസീവ് ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോ കാറ്റ്സ്, പൂച്ചകളുടെ എന്ന് അർത്ഥം വരുന്നത് കാറ്റ്സ്, കാറ്റ്സ്, കാറ്റ്സ് എന്ന് വെച്ചാൽ പൂച്ചകൾ എന്നാണ്. അപ്പൊ പൂച്ചകളുടെ എന്ന അർത്ഥം വരാൻ എന്ത് ഉപയോഗിക്കും? നമ്മൾ ഇവിടെ വെറുതെ ഒരു അപ്പോസ്ട്രോഫ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എസ്സിൽ അവസാനിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു നൗൺ എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ പൊസസീവ് നൗൺ നമുക്ക് എഴുതാൻ വേണ്ടി എന്താണ്? വെറുതെ ഒരു അപ്പോസ്ട്രോഫ് ഇട്ട് കൊടുത്താൽ മതിയാകും. അത് എപ്പോഴും ശ്രദ്ധയിൽ വേണം. അപ്പൊ എസ്സിൽ അവസാനിക്കുന്ന നൗണുകളുടെ പൊസസീവ് നൗൺ എഴുതാൻ വേണ്ടി നമ്മൾ എന്തിട്ട് കൊടുത്താൽ മാത്രം മതി? ഒരു അപ്പോസ്ട്രോഫ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മെറ്റീരിയൽ നൗണിലേക്ക് വരാം. മെറ്റീരിയൽ നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ നൗണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ വാക്കിൽ തന്നെ ഉണ്ട്. അതിന്റെയും അർത്ഥം ആ വാക്കിൽ തന്നെ ഉണ്ട്. മെറ്റീരിയൽ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ തിങ്സ്, ഒബ്ജക്ട്സിനെ സൂചിപ്പിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന നൗണുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെറ്റീരിയൽ നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട നൗണിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ 10 എണ്ണം. അറ്റ്ലീസ്റ്റ് ഈ 10 എണ്ണമെങ്കിലും എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെറ്റീരിയൽ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തിങ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ, സാധനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന നൗണുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മെറ്റീരിയൽ നൗൺ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിശേഷിപ്പിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പെന്ന്, പെൻസില്, ബുക്ക് എന്നൊക്കെ പറയാൻ എന്ത് തന്നെയാണ്? മെറ്റീരിയൽ നൗൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. ഇനി നൗണിന്റെ പ്രധാനപ്പെട്ട ഈ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നൗണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സുകളാണ്. നൗണിന് ഒരുപാട് സവിശേഷതകൾ എന്തുണ്ട്? ഓരോ നൗൺസിനും ഉണ്ട്. അതിന്റെ ഫീച്ചേഴ്സിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? കടന്നു ചെല്ലാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അപ്പൊ നൗണിന് പല ജെൻഡർ ഉണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ കേട്ടുള്ള ജെൻഡർ രണ്ട് എണ്ണമാണ്. ജെൻഡർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലിംഗം എന്നാണ്. അപ്പൊ നൗണില് അനിമൽസിന്റെ കേസിൽ, ഓക്കെ, സാധനങ്ങളുടെ കേസിൽ നമ്മൾ പലപ്പോഴും എന്താണ്? സാധനങ്ങളുടെ കേസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ജെൻഡർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ മൃഗങ്ങളുടെ കേസിൽ, അനിമൽസിന്റെ കേസിലാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ജെൻഡർ പറയാനായിട്ടുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് അപ്പൊ ജെൻഡർ എന്താണെന്നും ജെൻഡറിന്റെ ഫീച്ചർ എന്താണെന്നുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നൗണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജെൻഡർ നൗണിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഫീച്ചർ ജെൻഡർ അഥവാ ലിംഗ വ്യത്യാസം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള നൗണിന്റെ പ്രധാനപ്പെട്ട ജെൻഡർ എന്ന് പറയുന്നത് ഒന്ന് മസ്കുലൈൻ ജെൻഡറും രണ്ടാമത്തേത് ഫെമിനൈൻ ജെൻഡറുമാണ്. നമ്മൾ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന
ചെയ്യുന്നെങ്കിലും ഇതൊക്കെ ഇന്നതാണ് എന്ന് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മള് ജെൻഡർ എന്താണ്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ജെൻഡർ. അതുപോലെ മസ്കുലൈൻ ജെൻഡർ, ആ വാക്കിൽ തന്നെ ഉണ്ട് മസ്കുലൈൻ എന്ന് പറയുന്ന വാക്ക് എന്താണ്, പുല്ലിംഗ. ഓക്കെ, അപ്പൊ പുല്ലിംഗവും ഉണ്ട്, എന്താണ് ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. അപ്പോ പുല്ലിംഗ സ്ത്രീലിംഗം ഇങ്ങനെ രണ്ട് എന്താണ് ഫോംസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നൗൺസിന് ചില നൗണുകൾ അനിമൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൗണിന് പലപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് പരിചിതമില്ലാത്ത രണ്ടെണ്ണാണ് കോമൺ ന്യൂട്ടർ. കോമൺ ജെൻഡർ കൊണ്ട് നൗണുകൾക്ക് ചില നൗണുകൾ കോമൺ ജെൻഡറിന്റെ ഫീച്ചർ കാണിക്കുന്നവയായിരിക്കാം, ചിലത് ന്യൂട്ടർ ജെൻഡറിന്റെ ഫീച്ചർ കാണിക്കുന്നതൊക്കെ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകളെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത് ജെൻഡറിലെ മസ്കുലൈൻ ജെൻഡറിനെ കുറിച്ചാണ്. നൗണിൽ തന്നെ മസ്കുലൈൻ ജെൻഡറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ളത്. നോക്കുക, അപ്പൊ മസ്കുലൈൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പുല്ലിംഗം എന്നാണ്. അപ്പൊ നൗണിലെ പുല്ലിംഗം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺ എന്ന് പറയുന്ന അനിമൽ, ആ ലയൺ എന്ന് പറയുന്ന അനിമലിലെ ലയൺ എന്ന് പറയുന്ന വാക്ക് പുല്ലിംഗമാണ്. ലയണിന്റെ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീലിംഗം, അതിനെ നമ്മൾ ഫെമിനൈൻ എന്ന് പറയും. അതിന്റെ സ്ത്രീലിംഗമാണ് ഏതെന്ന് പറയുന്നത്, ലയണസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മസ്കുലൈൻ ജെൻഡർ, നൗണിന്റെ മസ്കുലൈൻ ജെൻഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗണിന്റെ മസ്കുലൈൻ ജെൻഡർ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മാത്രം ഡിഫൈൻ ചെയ്യാം, നൗൺസ് ദാറ്റ് ഡിനോട്ട്സ് എ മെയിൽ. ഓക്കെ, എ മെയിൽ ഒബ്ജക്ട്, ഒരു മെയിൽ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ അനിമൽ, ഒരു മെയിൽ തിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഡിനോട്ട് ചെയ്യുന്ന, സൂചിപ്പിക്കുന്ന നൗണുകളെ നമുക്ക് എന്ത് വിളിക്കാം, മസ്കുലൈൻ ജെൻഡർ അല്ലെങ്കിൽ നൗണിന്റെ മസ്കുലൈൻ ജെൻഡർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഒരു ഡെഫിനിഷൻ പറഞ്ഞുതരാം. മസ്കുലൈൻ ജെൻഡർ ഓഫ് നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്കുലൈൻ ജെൻഡർ ഡിനോട്ട്സ് ദ മെയിൽ, ഡിനോട്ട്സ് എ മെയിൽ തിങ്, അല്ലെ, അതെപ്പോഴും ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും മെയിലിനെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പലപ്പോഴും പല വസ്തുക്കളും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് സൺ എന്ന് പറയുന്ന നൗൺ ആണ്. സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ, നിയർ ബൈ സ്റ്റാർ, സോളാർ സിസ്റ്റത്തിലെ സെൻട്രൽ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ, സൺ എന്ന് പറയുന്ന ആ സ്റ്റാർ. ആ സ്റ്റാറിനെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത്, അത് നമ്മൾ എവിടെയെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു ആണായിട്ടാണ് കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പലപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. സണ്ണ്, അതുപോലെ തന്നെ സീസൺസിലേക്ക് വരികയാണെങ്കിൽ സമ്മർ സീസൺ, അതുപോലെ വിന്റർ സീസൺ, ഇതൊക്കെ വളരെ എന്താണ് ഫീച്ചർ കൂടുതലായിട്ടുള്ള, എന്താണ് സവിശേഷത കൂടിയ, എന്താണ് ചില പ്രത്യേകത ഉള്ള എന്താണ് ചില നൗണുകളാണ്. അപ്പൊ എന്തുകൊണ്ട് അത് മസ്കുലൈൻ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പൊ മസ്കുലൈൻ എന്താണ്, മസ്കുലൈൻ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു, നൗൺസ് ദാറ്റ് ഡിനോട്ട് എന്താണ് എ മെയിൽ, അല്ലെ, ഡിനോട്ട് മെയിൽ ഒബ്ജക്ട്, മെയിൽ ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന നൗണുകൾ നമ്മൾ മസ്കുലൈൻ ജെൻഡർ നൗൺ എന്ന് വിശേഷിപ്പിച്ചു. ഇനി അപ്പൊ എന്തുകൊണ്ടാണ് സണ്ണും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സമ്മറും വിന്ററൊക്കെ മസ്കുലൈൻ ജെൻഡറിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നൗണുകൾ, ആ നൗണുകൾക്ക് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന നൗണുകളാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താണ് അഗ്രസീവ്നെസ്. അപ്പൊ ഇത് രണ്ടും അഗ്രസീവ്നെസ് ഓർ വയലൻസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ശക്തി റെപ്രസെന്റ് ചെയ്യുന്ന വസ്തുക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ അഗ്രസീവ്നെസ് മീൻസ് എന്താണ് വളരെയധികം വയലന്റ് ആയിട്ടുള്ള നേച്ചർ ഉള്ള വസ്തുക്കളെ റെപ്രസെന്റ് ചെയ്യാനും നമ്മൾ എന്താണ് പലപ്പോഴും മസ്കുലൈൻ ജെൻഡറിലായിരിക്കും അവയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അതുകൊണ്ടാണ് സൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സ്ത്രീകളുമായിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്ത് ഫെമിനൈൻ നേച്ചർ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. സൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതെപ്പോഴും എന്താണ് സ്ട്രെങ്ത് ഉള്ള ഒരു വസ്തുവാണ്. അതുപോലെ സമ്മർ വിന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ എന്താണ് സ്ട്രെങ്ത് ഉള്ള വസ്തുവാണ്. അപ്പൊ അത്തരത്തില് ചില വസ്തുക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് അറിയില്ല എങ്കിൽ പോലും സ്ട്രെങ്തും വയലൻസും കൂടിയ വസ്തുക്കൾക്ക് നമ്മൾ പലപ്പോഴും ഏത് നേച്ചർ കൊടുക്കും, അല്ലെങ്കിൽ ഏത് ജെൻഡറിന്റെ ക്വാളിറ്റി കൊടുക്കും, മസ്കുലൈൻ ജെൻഡറിന്റെ ക്വാളിറ്റി കൊടുക്കാറാണ് പതിവ്. ഓക്കെ, അപ്പൊ മസ്കുലൈൻ ജെൻഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു മസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത് മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന, മെയിലിനെ ഡിനോട്ട് ചെയ്യുന്ന നൗണുകളെയാണ് നമ്മൾ എപ്പോഴും എന്തിൽ റെപ്രസെന്റ് ചെയ്യാറ്, മസ്കുലൈൻ ജെൻഡറിൽ ഉൾപ്പെടുത്താറ്. അതിൽ തന്നെ ഏതൊക്കെ മെയില്, അല്ലെ, ഇപ്പൊ മെയില് കാറ്റഗറിയിൽ നമ്മൾ എന്താണ് മസ്കുലൈൻ ജെൻഡറിൽ ഉൾപ്പെടുത്തും. അതിൽ തന്നെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള വസ്തുക്കളെയും അതുപോലെ തന്നെ എന്താണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടിയ വസ്തുക്കളെയും അതുപോലെ തന്നെ വയലൻസ് കൂടിയ വസ്തുക്കളെയും നമ്മൾ എന്താണ് പലപ്പോഴും മസ്കുലൈൻ നൗണിന്റെ ക്ലാസിഫിക്കേഷനിലാണ്, മസ്കുലൈൻ ജെൻഡറുള്ള നൗണിന്റെ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാറ് ഉൾപ്പെടുത്താറ്. ഇനി ഫെമിനൈനിലേക്ക് വരാം. ഫെമിനൈൻ എന്ന് പറയുന്ന ടേബിൾ തന്നെ ഉണ്ട്. ഫെമിനൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്
ഫീമെയിൽ അല്ലെ, അത് റെപ്രസെന്റ് ചെയ്തപ്പോഴും ഫീമെയിലിനെ ആയിരിക്കും. അപ്പൊ ഇത് മെയിലിനെ റെപ്രസെന്റ് ചെയ്തതുപോലെ തന്നെ ഫെമിനൈൻ ജെൻഡർ, ഫെമിനൈൻ നൗണിന്റെ തന്നെ ഫെമിനൈൻ ജെൻഡർ എന്താണെന്ന് ചോദിച്ചു നമ്മൾ പറയുന്നു ഫെമിനൈൻ ജെൻഡർ ഓഫ് എ നൗൺ ഡിനോട്ട്സ് ഫീമെയിൽ ഒബ്ജക്ട്സ് അല്ലെ, ഫീമെയിൽ ആയിട്ടുള്ള നേച്ചർ ഉള്ള ഒബ്ജക്ട്സിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫെമിനൈൻ ജെൻഡർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതെപ്പോഴും എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, ഫീമെയിൽ ആയിട്ടുള്ള ജെൻഡറിനെ ആയിരിക്കും. മോറോവർ അത് ഫെമിനൈനിൽ തന്നെ നമ്മൾ സ്ത്രീകൾ എപ്പോഴും നമ്മൾ എന്താണ് സൗന്ദര്യത്തിലെ ബേസിസിലാണ് അവരെ കാണുന്നത്. സ്ട്രെങ്ത് പുരുഷന്മാർക്കുള്ളതാണെങ്കിൽ ബ്യൂട്ടി സ്ത്രീകൾക്കുള്ളതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടി കൂടുതലായിട്ടുള്ള സീസണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മർ വിന്റർ നമ്മൾ മസ്കുലൈനിൽ കൊടുത്തു എങ്കിൽ സൗന്ദര്യം കൂടുതലായിട്ടുള്ള ഓട്ടം സീസൺ ശിശിരകാലവും അതുപോലെ തന്നെ സ്പ്രിംഗ് സീസൺ വസന്തകാലത്തെയും നമുക്ക് എവിടെ ഉൾപ്പെടുത്താൻ പറ്റും, ഫെമിനൈൻ നേച്ചർ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഫീമെയിൽ, അപ്പോ ബ്യൂട്ടി അതുപോലെ തന്നെ എന്താണ് ഗ്രേസ്ഫുൾനെസ്, ഈ രണ്ട് വസ്തുക്കൾ കൂടിയ വസ്തുക്കൾ സാധനങ്ങൾക്ക് നമ്മൾ എപ്പോഴും എന്താണ് കൊടുക്കാറ്, ഫെമിനൈൻ ക്വാളിറ്റിയാണ് കൊടുക്കാറ്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, കോമൺ നൗൺസ് ന്യൂട്ടർ നൗൺസുകളുമാണ്. കോമൺ നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൗണിന്റെ ജെൻഡറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കില്ല. അത്തരം നൗണുകളെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, നൗൺസ് that denotes either male or female. either male or female. അപ്പൊ ഒന്നുകിൽ അത് മെയിലിനെ ആയിരിക്കാം റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്തിനെ ആയിരിക്കാം, ഫീമെയിലിനെ ആയിരിക്കാം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകിൽ അത് മെയിൽ പാർട്ടിനെ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൗണുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കോമൺ നൗൺ വിളിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ പേരൻസ് എന്ന് പറയുന്ന വാക്ക്, പേരന്റ് എന്ന് പറയുന്ന വാക്ക് മാതാവിനെയും പിതാവിനെയും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഇത് ഉപയോഗിക്കും, പേരന്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്ന ടേം, ശിശു എന്ന് പറയുന്ന ടേം, ചൈൽഡ് എന്ന് പറയുന്ന ടേം നമ്മൾ എന്താണ് പെൺകുട്ടിയെയും ആൺകുട്ടിയെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോ എയ്തർ മെയിൽ, അത് ഒന്നുകിൽ ആണാകാം അല്ലെങ്കിൽ എന്താണ് പെണ്ണാകാം. അപ്പൊ എയ്തർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോമൺ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ അത് maybe either അല്ലെ, but nouns that indicate either male or female, ഒന്നുകിൽ അത് മെയിൽ ആകാം അല്ലെങ്കിൽ എന്താണ് ഫീമെയിൽ ആകാം. അത്തരം നൗണുകൾ നമ്മൾ എന്ത് വിളിക്കുന്നു, കോമൺ നൗൺ എന്നാണ്. അല്ലെങ്കിൽ കോമൺ ജെൻഡറിൽ വരുന്ന സമയത്ത് കോമൺ എന്ന് പറയുന്ന ജെൻഡർ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ജെൻഡറിന്റെ ജെൻഡർ എന്ന് പറയുന്ന ഫീച്ചറിലെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ന്യൂട്രൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എയ്തർ എന്ന് എഴുതിയ ഭാഗത്ത് നമ്മളുടെ നെയ്തർ എന്ന് പറയുന്ന ടേം എന്ത് ചെയ്യേണ്ടി വരും, ക്ലോസ് ചെയ്യേണ്ടി വരും. നെയ്തർ മെയിൽ നോർ ഫീമെയിൽ. അപ്പൊ അതെന്താണ്, അതോ സ്ത്രീയുമല്ല എന്തുമല്ല പുരുഷനുമല്ല. അത്തരം നൗണുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ന്യൂട്രൽ നൗണുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെൻ എന്ന് പറയുന്ന നൗൺ, ആ പെൻ എന്ന് പറയുന്ന നൗൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയുന്ന നൗൺ അവിടെ നമുക്ക് ജെൻഡർ അല്ലെങ്കിൽ സെക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേർതിരിച്ച് കാണാനായിട്ടും സാധിക്കില്ല. അപ്പൊ അത്തരം നൗണുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, ന്യൂട്രൽ നൗൺസ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നൗണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ജെൻഡർ. ആ ജെൻഡർ എന്ന് പറയുന്ന ഫീച്ചർ കഴിഞ്ഞു. അപ്പൊ മസ്കുലൈൻ നേച്ചർ എന്താണെന്ന് പറഞ്ഞു, ഫെമിനൈൻ നേച്ചർ എന്താണെന്ന് പറഞ്ഞു, നൗണിന്റെ കോമൺ നേച്ചർ എന്താണെന്ന് പറഞ്ഞു, ന്യൂട്രൽ ആയിട്ട് നൗൺ എക്സിസ്റ്റ് ചെയ്യുന്ന നൗണുകൾ കൊണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് നൗൺസിന്റെ ജെൻഡർ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന കേസ് എന്ന് പറയുന്നത്.